പ്രിയമുള്ളവരെ, ഞാൻ ഷൈജു കൃഷ്ണകാവ്. ടെമ്പിൾ വീഡിയോസിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ടെമ്പിൾ വീഡിയോസിന്റെ ഇന്നത്തെ വീഡിയോ പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രമാണ്. എല്ലാവർക്കും അറിയാം പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിനെ കുറിച്ച്. അപ്പോ ആ പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രം ദേവി പുറ്റിങ്ങൽ അമ്മയുടെ തിരുനടയിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ പുറ്റിങ്ങൽ അമ്മയുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ടെമ്പിൾ വീഡിയോസിനെ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഭക്തിശാസ്ത്രമായ എല്ലാത്തരം വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് പുറ്റിങ്ങലമ്മയുടെ വീഡിയോയിലേക്ക് തന്നെ പോകാം. കൊല്ലം ജില്ലയിലെ പരവൂരിൽ കായലിനും കടലിനും ഒക്കെ സമീപത്തായി പരവൂർ ജംഗ്ഷനിൽ തന്നെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രസന്നിധിയാണ് പരവൂർ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രം. പരവൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഒരു മനോഹരമായ ആകാശത്ത് പച്ച വിരിച്ച് നിൽക്കുന്ന ഒരു അരയാലുണ്ട്. ഈ ആലിൻ്റെ വശത്തുകൂടി നടന്നാൽ തന്നെ മനസ്സിലാകും ആലിൻ്റെ കാലപ്പഴക്കം എത്രയുണ്ടെന്ന്. വളരെ പുരാതനമായ ഒരു അരയാലാണ് ഈ കാണുന്നത്. ഈ ആലിൻ്റെ തൊട്ടു വശത്തായി തന്നെ പുറ്റിങ്ങലമ്മയ്ക്ക് അഭിമുഖമായി മാടൻ തമ്പുരാൻ കുടികൊള്ളുന്ന ഒരു ശ്രീകോവിൽ കൂടി ഇവിടെയുണ്ട്. കടന്നു വരുന്ന എല്ലാ ഭക്തജനങ്ങളും പുറ്റിങ്ങലമ്മയുടെ ക്ഷേത്രനടയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായി ഈ മാടൻ സ്വാമിയെ വന്ദിച്ച് അവിടെ നേർച്ചകളും കാഴ്ചകളും ഒക്കെ സമർപ്പിച്ചാണ് ഇവിടെ നിന്ന് പുറ്റിങ്ങലമ്മയുടെ തിരുസന്നിധിയിലേക്ക് തൊഴുവാനായി പോകുന്നത് ഭക്തജനങ്ങൾ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 400 മീറ്ററെങ്കിലുമുണ്ട് ദേവീക്ഷേത്ര സന്നിധിയായ പുറ്റിങ്ങലമ്മയുടെ തിരുനടയിലേക്ക്. അപ്പൊ പുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിന്റെ ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കാണുന്നതാണ് പുറ്റിങ്ങൽ അമ്മയുടെ ആ വിഗ്രഹം. പണ്ട് കാലത്ത് കണ്ടുപിടിച്ച, അതായത് ഇവിടെ പണിക്ക് വന്ന തൊഴിലാളികൾ ആണ് പുറ്റിങ്ങൽ അമ്മയുടെ വിഗ്രഹം കണ്ടുപിടിച്ചത്. അത് ഈ ഭാഗത്താണ്. അതിവിടെ മനോഹരമായ രീതിയിൽ തന്നെ ഒരു ചുറ്റുമതിലൊക്കെ കെട്ടി ഇതിനെ സംരക്ഷിച്ചു പോന്നിരിക്കുന്നത്. ഇതാണ് പുറ്റിങ്ങലമ്മയുടെ ശ്രീ മൂലസ്ഥാനം എന്ന് പറയപ്പെടുന്ന സ്ഥലം. ദേവീ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ഇവിടെ നിന്നാണത്രേ അന്ന് ദേവിയുടെ തിരുവിഗ്രഹം ലഭ്യമായത്. അതുകൊണ്ട് തന്നെ ഇവിടം അതിമനോഹരമായ രീതിയിലുള്ള ചുറ്റുമതിൽ കെട്ടി സംരക്ഷണത്തെ തീർത്തുകൊണ്ട് സംരക്ഷണയിലാണ് ഈ സ്ഥലവും. പുറ്റിങ്ങൽ ദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ ദേവിക്ക് അഭിമുഖമായി വലിയ ഒരു തട്ടുവിളക്ക് കാണാൻ സാധിക്കും. എല്ലാ ദിവസവും കത്തിക്കുന്ന വിളക്ക് തന്നെയാണ് ഇത്. ഏണിയിൽ കയറി നിന്ന് വേണം ഇത് വിളക്ക് തെളിയിക്കുവാനായി. പിന്നെ ഞാൻ എത്തിച്ചേർന്ന ദിവസം തന്നെ ഇവിടെ നിരവധിയായ അയ്യപ്പ ഭക്തരാണ് വരുന്നത്. കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ പരവൂർ ദേശത്തുള്ളതും മറ്റ് ഇതര ദേശത്തുള്ളവരുമായി എല്ലാവരും തന്നെ പരവൂർ പുറ്റിങ്ങൽ അമ്മയുടെ തിരുസന്നിധിയിലെത്തി ശരണം വിളികളുമായി ദേവിയെ പ്രാർത്ഥിച്ചാണ് ഇവിടെ നിന്ന് കെട്ടും കെട്ടി ശബരിമലയിലേക്ക് പോകുന്നത്. എല്ലാ ദിവസവും ഇവിടെ കെട്ടുനിറയും ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെ നടക്കാറുമുണ്ട്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന് തൊഴുതു പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയാണ് ഇവിടുന്ന് മടങ്ങുന്നത്. വളരെ പുരാതനമായ ക്ഷേത്രമായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിമനോഹരമായ രീതിയിൽ തന്നെ ചുറ്റുമതിലും ഒക്കെ പണിത് ദേവീ ദേവന്മാരുടെ തിരുവിഗ്രഹങ്ങൾ ഇവിടെ കുത്തിവെച്ചിട്ടുണ്ട്. കടന്നു ചെല്ലുമ്പോൾ തന്നെ കാണുവാനായി സാധിക്കും. കമനീയമായ രീതിയിലാണ് ഓരോ ദേവീ ദേവന്മാരുടെയും കൊത്തുപണികൾ നടത്തിയിരിക്കുന്നത്. ശില്പകലയെന്നാൽ ഇത് തന്നെ ആവണം. ക്ഷേത്ര മതിലിന് ചുറ്റിനും ഇങ്ങനെ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമുക്ക് സരസ്വതി ദേവിയുടെയും മറ്റ് ഭദ്രകാളി ദേവിയുടെയും എല്ലാ ദേവീ ദേവന്മാരുടെയും തിരുവിഗ്രഹങ്ങൾ ഇവിടെ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. ദേവിയുടെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ്. കൊല്ലം ജില്ലയിലെ പരവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് പുറ്റിങ്ങൽ ദേവീ ക്ഷേത്രം. ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. ഭഗവതി ഉറുമ്പിൻപുറ്റിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് പുറ്റിങ്ങൽ ദേവീ ക്ഷേത്രത്തിന് ഈ പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. മീനമാസത്തിലെ ഭരണി നാളിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം. ഉത്സവത്തിനോടനുബന്ധിച്ച് അശ്വതി വിളക്ക്, കഥകളി, കമ്പടികളി, മരമെടുപ്പ് എന്നിവയോടൊപ്പം വെടിക്കെട്ടും നടന്നു വരാറുണ്ടായിരുന്നു. എന്നാൽ 2016 നടന്ന മീനഭരണി ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് ഒരു ദുരന്ത സംഭവമായി മാറുകയുണ്ടായി. അതിനുശേഷം വെടിക്കെട്ട് എന്നത് ക്ഷേത്ര ആരാധനയിൽ തന്നെ ഒതുങ്ങുകയായിരുന്നു. വെടിക്കെട്ട് അപകടത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെടുകയും 300-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ മുറിവ് ഇപ്പോഴും ഈ ക്ഷേത്രത്തിന് ഉണങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്നാൽ പുറ്റിങ്ങൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാവുകളും കാടുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. ഒരിക്കൽ ഭദ്രകാളിയും പരിവാരങ്ങളും ഒരു യാത്ര പോകുന്ന വേളയിൽ അവിടെ എത്തിച്ചേരുകയും ദാഹം തോന്നിയ ഭഗവതി പ്രസ്തുത സമയത്ത് അവിടെ തെങ്ങിൽ കയറിക്കൊണ്ടിരുന്ന ഒരു ഈഴവ സമുദായക്കാരനെ കാണുകയും
കുടിക്കുവാനായി കരിക്ക് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കരിക്ക് വെട്ടി ഇവർക്കെല്ലാം നൽകുകയും ചെയ്തു. അത് കുടിച്ച് ദാഹം ശമിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പുറ്റിങ്ങൽ ദേവിക്ക് കരിക്ക് നൽകിയ ആ സമയത്ത് അത് പൊട്ടിപ്പോവുകയും എന്നിട്ട് ഭഗവതി അത് വാങ്ങി കുടിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ദേവിയുടെ ഇഷ്ടനിവേദ്യം കരിക്കായി മാറി എന്നുള്ളതാണ്. ഇപ്പോഴും ക്ഷേത്രസന്നിധിയിലെത്തുന്ന ഭക്തജനങ്ങൾ ദേവിക്ക് കരിക്ക് നിവേദ്യമായി സമർപ്പിക്കാറുണ്ട്. പിന്നീട് ദേവി അവിടെ ഒരു മൺപുറ്റിൽ വസിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. കുറേ കാലങ്ങൾക്ക് ശേഷം ഇവിടെ പുല്ലരിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുറവ സമുദായത്തിൽപ്പെട്ട സ്ത്രീയുടെ അരിവാൾ ഈ പുറ്റിൽ കൊള്ളുകയും മൺപുറ്റ് മുറിഞ്ഞ് രക്തം വാർന്നു വരികയും ചെയ്തു. ഇത് കണ്ട് നിലവിളിച്ചോടിയ അവൾ അടുത്തുള്ള മൂപ്പൻ്റഴികം എന്ന ഈഴവ കുടുംബത്തെ വിവരം അറിയിക്കുകയും ചെയ്തു. ആ വീട്ടിലെ കാരണവർ അപ്പോൾ തന്നെ മൺപുറ്റ് നിൽക്കുന്ന സ്ഥലം വന്നു കാണുകയും ഐത്താചാരം നിലനിന്ന കാലമായിരുന്നതിനാൽ സമീപ പ്രദേശത്തെ നായർ തറവാടുകളിൽ വിവരം അറിയിച്ചു. പിന്നീട് ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ദേവപ്രശ്നം വെച്ച് ഭഗവതിയുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും ചെയ്തു. ദേവപ്രശ്നത്തിൽ പറഞ്ഞത് ഭഗവതിക്ക് പൂജ ചെയ്യേണ്ടത് ഈഴവ സമുദായത്തിൽപ്പെട്ടവർ ആയിരിക്കണം എന്നാണ്. അങ്ങനെ അക്കാലത്ത് മൂപ്പൻ്റഴികം കുടുംബത്തിലുള്ളവർ തന്നെ ഈ ക്ഷേത്രത്തിലെ ശാന്തി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു പോന്നു. ക്ഷേത്രമുണ്ടായ കാലം മുതൽക്കേ തന്നെ ഈഴവർ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നത്. ഏകദേശം 60 ഏക്കറോളം ഭൂമി കിളിമാനൂർ രാജാവ് പതിച്ചു നൽകുകയുണ്ടായി. അവിടെ പുറ്റിങ്ങൽ ക്ഷേത്രം പണിയുകയും ചെയ്തു. പ്രതിഷ്ഠാവിധി പ്രകാരം ഈഴവൻ ആരാധിച്ച ഭഗവതിയെ പൂജിക്കേണ്ടത് ഈഴവ സമുദായത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കണമെന്ന് അത് ക്ഷേത്രം ഉണ്ടായ കാലം മുതൽക്കേ തന്നെ നാളിതുവരെയായും ചെയ്തു പോകുന്നു. ഐതിഹ്യങ്ങൾ പറയുവാനായി ഒട്ടനവധിയുണ്ട്. ഇതിലേക്ക് ഞാൻ വന്നപ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ ലോട്ടറി വിറ്റുകൊണ്ടിരുന്ന ഒരു അമ്മയുടെ വാക്കുകളിലേക്ക് പോകാം. ഞാനിവിടെ ആദ്യം തന്നെ വന്നപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ലോട്ടറി വിൽക്കാനായിട്ട് ഒരു ചേച്ചി, ഒരു അമ്മ ഇവിടെ ഉണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഏകദേശ കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നു. അമ്മ ഈ ഒരു ദേശത്ത് ഇവിടെ ഉള്ളതാണോ, പരവൂരുള്ളതാണോ? എത്ര വർഷമായിട്ട് ഇവിടെ താമസമുണ്ട്? ഞാൻ എന്റെ വീട് മണിയംകുളം പാലത്തിന്റെ അടുത്താണ്. മണിയംകുളം പാലം എന്ന് പറയുമ്പോ ഇവിടെ പൊഴിക്കര പോകുന്ന വഴിക്ക് കടലിനടുത്തായിട്ടൊക്കെ വരും? അല്ലില്ല, മണിയംകുളം പാലം ഫോർട്ടോ ഒരു വലിയ കമ്പനി ഉണ്ട്, അതിന്റെ അടുത്താണ് എന്റെ വീട്. അപ്പൊ അമ്മ ഇവിടെ എത്ര കാലമായിട്ട് ഇവിടെ ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ട്? അതിപ്പോ ഒരു 2-3 മാസമായുള്ളൂ. എന്റെ ഭർത്താവ് മരിച്ചുപോയി. മരിച്ചതിന് ശേഷം കൊച്ചുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഞാനും എന്റെ മോളെ 3 മക്കളും മരുമോനുമാണ്. കച്ചവടം നടക്കാറുണ്ടോ? വലുതായിട്ടില്ല, എന്നാലും ഞാനങ്ങ് എന്റെ വീട്ടിലോട്ട് പോകും. പൊഴിക്കര. അമ്മയുടെ പേരെന്താണ്? ചന്ദ്രിയമ്മ. ചന്ദ്രിയമ്മ. അപ്പൊ ചന്ദ്രിയമ്മ ഇവിടെ 3 മാസത്തോളം മണിയംകുളം പാലത്തിനടുത്താണ് താമസം. ചന്ദ്രിയമ്മ ഇവിടെ ലോട്ടറി കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. എങ്കിലും അമ്മയ്ക്ക് ഏകദേശം ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയാം. കാരണം ഇവിടെ ഈ ക്ഷേത്രം ഇപ്പോൾ വേൾഡ് മൊത്തം അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. കാരണം ഒരു 9 വർഷം മുമ്പ് ഇവിടെ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ്. അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. ആ ഒരു കണ്ണീരുണങ്ങാത്ത ഒരു സംഭവം ഇപ്പോഴും ഓരോരുത്തരുടെയും മനസ്സിൽ തന്നെ ഉണ്ട്. അതൊന്നും നമുക്ക് ഇവിടെ പങ്കുവെക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അമ്മ ഇവിടുത്തെ ഒരു ഐതിഹ്യം അമ്മയ്ക്ക് ഏകദേശം അറിയാൻ പറ്റും? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ കൃഷികൾ നടന്ന ഒരു വയല് പോലെയായിരുന്നു. കൃഷിയായിരുന്നല്ലേ? വയല്, നെല്ലിന്റെ ഭാഗത്തെല്ലായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പുല്ല് വെട്ടാനായിട്ട് ഇവിടെയുള്ള ഒരു താഴ്ന്ന ജാതിയിലുള്ള ഒരു പുല്ല് വെട്ടാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഈ സ്ഥലത്ത് ഒരു പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു രക്തപ്രളയം പോലെ തോന്നി. അതിലൊരു എന്തോ ഒന്ന് കൊണ്ടാണ് ഈ രക്തം കാണുന്നത്. അങ്ങനെ അവര് നിർത്തിയിട്ട് നോക്കുമ്പോൾ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ വളച്ചു കെട്ടിയ സ്ഥലത്ത് കുറവരാണ് അത് കണ്ടത്, ഒരു സ്ത്രീയാണ് അത് കണ്ടത്. അങ്ങനെ പെട്ടെന്ന് അവര് നോക്കുകയും അവിടെ പോയി തിരക്കി അന്വേഷിച്ചപ്പോഴത്തേക്കുണ്ട് ഇങ്ങനെ ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോഴ അമ്മ ഇവിടെ തന്നെ ഇരിക്കണമെന്നാണ് അവിടെ അമ്മയുടെ ആഗ്രഹം. ഈ ഭക്തജനങ്ങൾക്ക് ഒരു ഇതായിട്ട് അമ്മ ഇവിടെ ഇരിക്കണമെന്ന് വെച്ച് അങ്ങനെ അവിടുന്ന് എല്ലാം ഇതാക്കി അമ്മയെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതാണ്. ഭദ്രകാളിയാണ്, ദേവിയും ഭദ്രകാളിയാണ്. അമ്മ ദേവിയായിട്ടും ഉണ്ട്, ഭദ്രകാളിയായിട്ടും ഉണ്ട്. ഭദ്രകാളിയായിട്ടുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരമ്മയാണ്. ദേവി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ്. അന്നേരം മക്കൾക്കാക്കൊന്നും ക്ഷേത്രമാണ് ഈ ക്ഷേത്രം.
കൊല്ലം ജില്ലയിലെ ഒട്ടനവധി പേരാണ് ഇവിടെ ഓരോ വിശേഷങ്ങൾക്കും ഈ അടുത്തിടെയായിട്ട് ചണ്ഡികായാഗവും മറ്റും വളരെ വിശേഷാൽ ചണ്ഡികായാഗം തന്നെ ഭയങ്കരമായ പന്തലൊക്കെ ഇട്ട് ചണ്ഡികായാഗം നടക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ എനിക്ക് ഇവിടെ ആ സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. ഇല്ലെങ്കിൽ ഞാൻ എത്തിയേനെ. ആ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് പകർത്തി ഈ ടെമ്പിൾ വീഡിയോസിൽ തന്നെ സംപ്രേഷണം ചെയ്തേനെ. അപ്പോൾ ഈ ടെമ്പിൾ വീഡിയോസിനോട് സഹകരിച്ച അമ്മയുടെ പേര് ഒന്ന് ചന്ദ്രിക അമ്മയ്ക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ചന്ദ്രിക അമ്മയ്ക്ക് എല്ലാ ദിവസവും ഇവിടെ വരുമ്പോൾ ആ ലോട്ടറികളെല്ലാം തീരാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ദേവി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ അമ്മയുടെ വാക്കുകൾ കേട്ടാൽ തന്നെ അറിയാം ഈ ക്ഷേത്രത്തിൽ നിരവധിയായ ഐതിഹ്യങ്ങൾ ഉണ്ട് എന്ന്. ഈ ക്ഷേത്രത്തിൽ ഇന്ന് അയ്യപ്പ ഭക്തരുടെ വളരെയധികം തിരക്കാണ്. ഞാനും ഉള്ളപ്പോൾ തന്നെ രണ്ടാമത്തെ അയ്യപ്പ ഭക്തർ സഞ്ചരിക്കുന്ന വാഹനമാണ് എത്തിച്ചേർന്നത്. എല്ലാവരും അമ്മയെ വണങ്ങി അവിടെ നിന്ന് അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി അതേ വാഹനത്തിൽ കയറി 18 മലകൾക്കും 18 വേദങ്ങൾക്കും 18 ശാസ്ത്രങ്ങൾക്കും 18 അടവുകൾക്കും അധിപനായ ഭഗവാനെ ദർശിക്കുവാൻ പോവുകയാണ്. തൊട്ടടുത്തായി പരവൂർ ജനകീയ കലാസമിതി ഇവിടെയുണ്ട്. വെടിക്കെട്ട് അപകടത്തിന് മുമ്പ് പൊളിഞ്ഞുപോയെങ്കിലും എല്ലാവരുടെയും സഹകരണത്തോടെ വീണ്ടും പുതുക്കിപ്പണിഞ്ഞ അതേ കലാസമിതിയുടെ തൊട്ടടുത്തായാണ് ഇവിടെ പുറ്റിങ്ങൽ അമ്മയുടെ ഉത്ഭവവും. അവിടെ പന്തൽ വിരിച്ചു നിൽക്കുന്ന ഒരു മരവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. ആ കാണുന്നതാണ് ഇവിടുത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു സ്റ്റേജാണ്. എന്നാൽ ഇവിടെ വ്യത്യസ്തമാണ്. ഈ ക്ഷേത്രത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കുവാനായി 2 സ്റ്റേജാണ് ഒരേ രീതിയിൽ ഒരേപോലെ പണിതിട്ടുള്ളത്. ഈ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം സമയബന്ധിതമായി പൂർത്തിയായി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റേജിൽ തന്നെ അടുത്ത പ്രോഗ്രാമിന് എല്ലാവരും റെഡിയായി നിൽക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ സമയബന്ധിതമായി പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത. അതാണ് പരവൂർ ദേശത്തിൻ്റെ അഭിമാനവും. എല്ലാ പ്രോഗ്രാമുകളും കാണുവാൻ ഇവിടെ ഭക്തജനങ്ങൾ ഒരുപാട് എത്താറുണ്ട്. പുറ്റിങ്ങൽ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുവാനായി ശ്രമിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനായി ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നന്ദി. ശുഭദിനം.